നമസ്കാരം. ഞാൻ അഭിലാഷ് എം ജോസ്. ഞാൻ NIOSലെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പാഠഭാഗങ്ങൾ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ ക്ലാസ്സായിട്ട് മാറ്റുന്നതിന് പിറകിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NIOSൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും ജോലി സംബന്ധമായ കാര്യങ്ങളായിട്ട് പഠിക്കുന്നവരാണ്. ഒരു സർട്ടൺ ഡിസ്റ്റൻസിന് ശേഷം, ഒരു കാലയളവിന് ശേഷം ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊക്കെ അതിൻ്റെ ഒരു ബേസിക് ടച്ച് ഒരു പക്ഷേ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഈ വീഡിയോയിലും തുടർന്ന് വരുന്ന വീഡിയോയിലും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ അത് കൂടുതലും നോട്ട്സ് ലെക്ചറിങ്ങിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോബ്ലംസൊക്കെ ഞാൻ വൈറ്റ് ബോർഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ടിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NIOSലെ സയൻസ്, അതായത് ഫിസിക്സിൽ നമുക്കറിയാം 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഫോളിയോയ്ക്കകത്ത് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. മീൻസ് റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയുള്ള ചാപ്റ്റേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്റർ അല്ല കേട്ടോ, അത് മോഡ്യൂൾ 1 മൂന്നാമത്തെ ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ. ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ട കോൺസെപ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇനേർഷ്യ, 2 ഫോഴ്സ്, ദെൻ ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ ന്യൂട്ടൻ്റെ 1, 2, 3 ലോസ് ഉണ്ട്. അതാണ് ഒരുമിച്ച് ഞാൻ എഴുതിയത് മാത്രം. ദെൻ മൊമെൻറ്റം, then impulse. ആദ്യത്തെ സെഷനിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോസ് ഓഫ് മോഷനിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇനേർഷ്യയാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റാണ്, ഒരവസ്ഥ. ഇനേർഷ്യ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ്സ് എ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ്. It continues state of rest or along a uniform motion along a straight line. That property is called inertia. ഇപ്പോൾ ഇനേഷ്യ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ റെസ്റ്റിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ടെൻഡൻസി, അതല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ മോഷനിൽ കൂടെ തന്നെ പോകാനുള്ള ടെൻഡൻസി. ഇതാണ് നമ്മളെപ്പോഴും ആ ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇനേഷ്യ 2 തരത്തിലുണ്ട്. ഇനേഷ്യ ഓഫ് മോഷനും ഉണ്ട്, ഇനേഷ്യ ഓഫ് റെസ്റ്റും ഉണ്ട്. ഇനേർഷ്യ ഓഫ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയതാണ്. റെസ്റ്റിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിലാക്കുക. ഈ 2 കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം? ആ ഒരു എക്സ്റ്റേണൽ ഏജൻസി വേണം. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫോഴ്സ് എന്ന് വിളിക്കാം. അപ്പം നമ്മളിപ്പോൾ എത്തിയത് ഫോഴ്സിൻ്റെ ഒരു ഡെഫിനിഷനിലേക്കാണ്. മാത്രമല്ല മറ്റു കാര്യങ്ങൾക്ക് നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇപ്പോൾ ഒരു ഫുട്ബോൾ കളി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒരു സൈഡിൽ നിന്ന് ബോൾ പാസ് ചെയ്ത് മറു സൈഡിലേക്ക് പോവാണ്. അപ്പോൾ അതൊരിക്കലും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല പോകുന്നത്. ഒരു സൈഡിൽ നിൽക്കുന്ന ആൾ മറ്റൊരു സൈഡിലേക്ക് കൊടുത്ത് അങ്ങനെ ആ ബോളിൻ്റെ ഡയറക്ഷൻ മാറിക്കൊണ്ട്, ഡയറക്ഷൻ മാറാൻ വേണ്ടി കളിക്കാരെന്താ ചെയ്യുന്നത്? അവർ കിട്ടുന്നതനുസരിച്ച് തൊഴിക്കുകയാണ്, കിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാൻ സാധിക്കും, ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ വ്യത്യാസപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? ഫോഴ്സ് വേണം. 3 കാര്യങ്ങൾക്കായിട്ട് ഫോഴ്സ് ഉപയോഗിക്കാം. ഏതാണ്? റെസ്റ്റിൽ നിന്ന് മോഷനിലേക്ക് ആക്കുക, പിന്നെ മോഷൻ ഇരിക്കുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിലാക്കുക, അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ലോ ഇവിടെ നമുക്ക് പറയാം. എന്താണ് ഫസ്റ്റ് ലോ? ഫസ്റ്റ് ലോ പറയുന്നത് എ ബോഡി കണ്ടിന്യൂ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ്. പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ആക്ട് ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് എപ്പോഴും യൂണിഫോം മോഷനിലായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ പറയുക. അപ്പോൾ ന്യൂട്ടന്
ഫസ്റ്റ് ലോ ഉപയോഗിച്ച് എന്ത് ചെയ്തു? ന്യൂട്ടൺ ഫോഴ്സിന് ഒരു ഡെഫിനിഷൻ എത്തിച്ചു. ഫസ്റ്റ് ലോ ഉപയോഗിച്ച് ന്യൂട്ടൺ ഡിഫൈൻഡ് ഫോഴ്സ് വിത്ത് ഫസ്റ്റ് ലോ. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കുക, മൂവ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ റെസ്റ്റിലാക്കുക, അതുപോലെ തന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യിക്കുക, വെലോസിറ്റി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് ഫോഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഫോഴ്സിന് ചെയ്യാൻ സാധിക്കും? നമുക്ക് അതിന് ഒത്തിരി വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്. ഒന്ന്, ഫസ്റ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസും ഷേപ്പും ചേഞ്ച് ചെയ്യിക്കാൻ ഫോഴ്സിന് സാധിക്കും. ഇപ്പോൾ നമ്മളൊരു സോപ്പ് കട്ട എടുത്തിട്ട് അതിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈസും ഷേപ്പും മാറുന്നുണ്ടല്ലേ. അതുപോലെ ചപ്പാത്തിക്ക് കുഴയ്ക്കുമ്പോൾ അതിൻ്റെ മാവിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് സൈസ് ആൻഡ് ഷേപ്പിന് വ്യത്യാസം വരുന്നത്. ഇനി രണ്ടാമത്തെ കേസ്, ഇൻക്രീസ് ഓർ ഡിക്രീസ് വെലോസിറ്റി. ഓർ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കും. എങ്ങനെ? ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്. മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറയുന്നത്. അപ്പോൾ അത് പിന്നെ ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് അത് സ്റ്റോപ്പ് ആകുന്നത്. ഇപ്പോൾ ഒരു ഗ്രൗണ്ടിലൂടെ ഒരു ബോൾ ഉരുണ്ട് പോവുകയാണ്. ആ ബോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉരുളണം എന്നുള്ളതാണ് കണക്ക്. മറ്റു ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ. പക്ഷേ ഉരുളുന്ന പന്തും അത് ഉരുണ്ടു പോകുന്ന പ്രതലം സർഫസും തമ്മിലുള്ള ഒരു ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രിക്ഷൻ മൂലം എന്ത് ചെയ്യും? കുറേ നേരം ഉരുണ്ടിട്ട് ആ ബോൾ അത് സ്റ്റോപ്പ് ആവും. അവിടെയും ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇടപെടുന്നുണ്ട്. അതാണ് ഫോഴ്സ്. ഇനി അനദർ ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ക്യാൻ ചേഞ്ച് ഡയറക്ഷനെ ചേഞ്ച് ചെയ്യിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഫോഴ്സിൻ്റെ ഇഫക്ട്സ് ഓഫ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും 3 പോയിന്റുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റാണ് മൊമൻറ്റം. മൊമൻറ്റം എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ ഇക്വേഷൻ ഉണ്ട്, പെട്ടെന്ന് പറയാൻ സാധിക്കും. മൊമൻറ്റം P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമൻറ്റം. അപ്പോൾ ഈ മൊമൻറ്റം ഇക്വേഷൻ മുഖേന നമുക്ക് മനസ്സിലാക്കി എന്തായിരിക്കാം മൊമൻറ്റം. ഇപ്പോൾ വെലോസിറ്റിയുള്ള ഒരു ഒബ്ജക്റ്റിന് മാത്രമേ എന്തുണ്ടായിരിക്കുള്ളൂ? മൊമൻറ്റം ഉണ്ടായിരിക്കുള്ളൂ. അതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഒരു കല്ലെടുത്ത് ഒരാൾക്കിട്ട് എറിയുകയാണെങ്കിൽ ആ കല്ല് വന്ന് വീഴുന്നിടത്ത് നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് എനർജി ഉണ്ടാവും. ആ എനർജി എന്ത് ചെയ്യുന്നു? ആ എനർജി മൂലം അതിന് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആക്ച്വലി ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്? എനർജി ഉണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ പറയുന്നത് മൊമൻറ്റം എന്ന് പറയാം. അപ്പോൾ മൊമൻറ്റം എന്നിരിക്കും P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ കാണിക്കുന്നത്. ആ പിയുടെ മുന്നിൽ ഒരു റെപ്രസെൻറ്റേഷൻ കാണിച്ചിട്ട് സിമ്പിൾ കാണിച്ചിട്ടുണ്ട്, അത് വെക്ടറാണ്. മൊമൻറ്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലെ ക്വാണ്ടിറ്റികളുണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റി ഉണ്ട്, വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ട്. സ്കേലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന ചില ക്വാണ്ടിറ്റികൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ക്വാണ്ടിറ്റികളെ നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റികൾ എന്ന് പറയും. ചിലതിനാണെങ്കിൽ പിന്നെ മാഗ്നിറ്റ്യൂഡും കാണും, ഡയറക്ഷനും കാണും. ആ ക്വാണ്ടിറ്റി ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഡയറക്ഷനിലാണ് നമ്മൾ വസ്തുവിനെ തള്ളി നീക്കുമ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ആ ഡയറക്ഷനിലേക്കാണ് ആ വസ്തു മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫോഴ്സ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അതുപോലെ തന്നെ മൊമൻറ്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. മൊമൻറ്റം P ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്.
ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അങ്ങനെ മെഷർ ചെയ്യുമ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. മറന്നുപോകരുത്, കുറച്ച് യൂണിറ്റുകളൊക്കെ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഒബ്ജക്റ്റിന് എന്തുണ്ടായിരിക്കുകയുള്ളൂ? മൊമെന്റം ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡോട് കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ മാസ് കുറയാറുണ്ടോ? ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോരുമ്പോൾ വീട്ടിൽ വെച്ച് 50 കിലോഗ്രാമും കോളേജ് വരും 10 കിലോഗ്രാം, അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഇല്ല. ഈ എർത്തിൻ്റെ സർഫസിലുള്ള ഏത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാലും അതിനകത്തൊരിക്കലും മാസിന് വ്യത്യാസം ഉണ്ടാകുന്നില്ല, മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസ്, അപ്പോൾ മാസിന് വ്യത്യാസം വരുന്നില്ല. ഇപ്പോൾ ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡോട് കൂടി എന്ത് ചെയ്യുന്നു? അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ മൊമെന്റത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൊമെന്റം പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, നമ്മളിവിടെ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ ഈ മൊമെന്റവും ഫോഴ്സും തമ്മിലുള്ള റിലേഷനാണ്. ആ റിലേഷനകത്ത് നിന്ന് നമ്മൾ ഫോഴ്സിനെ മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ കണ്ടെത്തുകയാണ്. അതാണ് നമ്മൾ പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ്, മാസ് എന്ന് പറയുന്നത് 2 kg ആണെന്ന് വിചാരിക്കുക. അത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് കൂടി സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ മാസ് കുറയുമോ? നമ്മുടെ ഈ എർത്തിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് എവിടെയെങ്കിലും മാസ് കുറയുന്നുണ്ടോ? എക്സാമ്പിൾ, നിങ്ങൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോരുക അല്ലെങ്കിൽ കോളേജിലേക്ക് പോരുകയാണ്. അപ്പോൾ കോളേജിലേക്ക് പോരുമ്പോൾ വീട്ടിൽ നിങ്ങളുടെ വെയിറ്റ് 50 കിലോഗ്രാം ആയിരുന്നു. സ്കൂളിൽ വന്നപ്പോഴത്തെ കോളേജ് വന്നപ്പോഴത്തേക്കും അത് 10 കിലോഗ്രാം ആയിട്ട് മാറുന്നുണ്ടോ? ഇല്ല. അവിടെ എപ്പോഴും മാസ് കോൺസ്റ്റന്റ് ആണ്. ഫോർ എവരി മോഷൻ മാസ് ഈസ് കോൺസ്റ്റന്റ്. മാസിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്തിനാ വ്യത്യാസം വരിക? ഈ വെലോസിറ്റിക്ക് വ്യത്യാസം വരും. ഈ വെലോസിറ്റിക്ക് വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ തന്നെത്താൻ ഒരു വസ്തുവിന് അതിൻ്റെ വെലോസിറ്റി വ്യത്യാസപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? പുറത്തു നിന്ന് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും മാസ് കൂടത്തില്ല, അതിൻ്റെ വെലോസിറ്റി കൂടും. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ആദ്യം 2 kg ഉള്ള മാസ് ഉള്ള ഒബ്ജക്റ്റ് 10 മീറ്റർ പെർ സെക്കൻഡോട് കൂടി മൂവ് ചെയ്തപ്പോൾ അതിന്റെ മൊമെന്റം എന്ന് പറയുന്നത് P is equal to mass into velocity, that is equal to 2 into 10, 20 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിന്റെ തുടക്കത്തിലുള്ള മൊമെന്റം. അത് നമുക്ക് ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയാം. ഇനി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളത് 15 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി എന്ന് പറയുന്നത് വെലോസിറ്റി കൂടി. മാസ് അല്ല കൂടിയത്, വെലോസിറ്റിയാ കൂടിയത്. ഇപ്പോൾ അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 15 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയോട് കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ മൊമെന്റം എന്തായിരിക്കും? അതായത് ഫൈനൽ മൊമെന്റം. ഇപ്പോഴത്തെ ഞാൻ P1 എന്നതിന് P2 എന്ന് ഞാൻ എടുക്കുകയാണ്. രണ്ടാമത്തെ മൊമെന്റം ആയതുകൊണ്ട് മാസിന് വ്യത്യാസമൊന്നുമില്ല. വെലോസിറ്റി എത്രയായി മാറി? 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പോൾ 2 into 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇപ്പോഴത്തെ മൊമെന്റം. ഇനിഷ്യൽ മൊമെന്റം 20, ഫൈനൽ മൊമെന്റം 30. എങ്ങനെയാണ് 20ൽ നിന്ന് 30 ആയത്? 20ൽ മൊമെന്റം 20 മൊമെന്റം ഉണ്ടായിരുന്ന ആ ഒബ്ജക്റ്റിന് 30 ആവാൻ കാരണം എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് ആനുപാതികമായിരിക്കും, അതല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോയിലേക്ക് പോകുന്നത്. അപ്പോൾ സെക്കൻഡ് ലോ പറയുന്നത് ഇതാണ്: റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ്. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം dp by dt പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഈ ഡി പി ഡി ടി എന്ന് കാണിച്ചിരിക്കുന്ന ചെറിയ ഒരു ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാകുന്ന മൊമെന്റത്തിനുണ്ടാകുന്ന ചേഞ്ച്. ഡി പി ബൈ ഡി ടി പ്രൊപ്പോർഷണൽ ടു എഫ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ഇതാണ് സെക്കൻഡ് ലോ പറയുന്നത്. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിലേക്കാണ് പോകുന്നത്. നമുക്കിതിനെ ഒന്ന് ഡിറൈവ് ചെയ്യണം. ഇത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്കിത് ഡിറൈവ് ചെയ്യാം. ഞാൻ ഇതിനെ ഒന്ന് തിരിച്ചെഴുതാൻ പോവാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. ഇനി ഇതൊരു റിലേഷൻ ആണ്. ഈ റിലേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ റിലേഷൻ മാറ്റി ഒരു ഇക്വേഷൻ ആക്കാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു F is equal to a constant k into dp by dt, where k is equal to 1. Then F is equal to dp by dt ഞാൻ d by dt of m into v എന്നെടുക്കുകയാണ്. കാരണം p എന്ന് പറയുന്ന മൊമെന്റമാണ് dp by dt. Then ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഏത് മോഷൻ എടുത്തെന്ന് പറഞ്ഞാൽ ആ മോഷനകത്ത് മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, വെലോസിറ്റിയെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് കോൺസ്റ്റന്റ് അതിനെ ഞാൻ പുറത്തെടുത്തു, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഡി വി എന്ന് എഴുതുന്നത് ചേഞ്ച് ആണ്, വെലോസിറ്റിയുടെ ചേഞ്ച്. ഡി ടി എന്ന് പറയുന്ന ടൈമിന്റെ ചേഞ്ച്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ ഉണ്ടായെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡി വി ബൈ ഡി ടിക്ക് പകരം നമുക്ക് ആക്സിലറേഷൻ എ എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ആക്സിലറേഷൻ എ ആണ്. Therefore F is equal to mass into acceleration. ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ഫോഴ്സിനെ മെഷർ ചെയ്യാൻ സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെക്കൻഡ് ലോ, F is equal to ma, ന്യൂട്ടൺ മെഷേഴ്സ് ഫോഴ്സിനെ മെഷർ ചെയ്തു. ഇപ്പോൾ F is equal to ma, ഒരു എം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന് ഒരു പർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് എ ആക്സിലറേഷനോട് കൂടി മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നമുക്ക് മാസിന്റെ അളവും ആക്സിലറേഷൻ അറിയാമെങ്കിൽ എഫ് കണ്ടുപിടിക്കാം. ഇതാണ് സെക്കൻഡ് ലോ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? അപ്പോൾ യൂണിറ്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഓരോന്നിൻ്റെയും ഓരോ ക്വാണ്ടിറ്റിയുടെയും നോക്കുക. എഫ്, ദെൻ എഫ് ഈസ് ഈക്വൽ ടു മാസ് കിലോഗ്രാമിലാണ്, ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിൻ്റെ ആ യൂണിറ്റ് വരുന്നത്. നമ്മൾ സാധാരണ ന്യൂട്ടന്റെ ബഹുമാനാണെന്ന് നമ്മളിതിനെ ന്യൂട്ടൺ യൂണിറ്റ് എഴുതുമ്പോൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എഴുതരുത്, ഇവിടെ സ്മോൾ ലെറ്റർ എഴുതാവുള്ളൂ. പേരെഴുതുമ്പോഴാണ് നമ്മൾ ക്യാപിറ്റൽ, യൂണിറ്റ് എഴുതുമ്പോൾ എപ്പോഴും ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ, ന്യൂട്ടൺ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലോയും ഡിറൈവ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് തേർഡ് ലോയാണ്, ന്യൂട്ടന്റെ തേർഡ് ലോ. നെക്സ്റ്റ് ന്യൂട്ടൺസ് തേർഡ് ലോ, ഇക്വേഷൻസ് ഓഫ് മോഷനകത്തെ മൂന്നാമത്തെ ലോയാണ്. എല്ലാവർക്കും ഏത് കാലഘട്ടത്തിൽ ഏത് ഉറക്കത്തിലും വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു ലോയാണിത്. ഏതൊരു പ്രവർത്തനത്തിലും തുല്യവും വിപരീതമായ മറ്റൊരു പ്രതിപ്രവർത്തനമുണ്ട്. എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ നോക്കിയേ, മേശപ്പുറത്ത് ഒരു ബ്ലോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ബ്ലോക്കിന് വെയിറ്റ് W=mg, താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് വെയിറ്റ്. വെയിറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നമ്മൾ ഏതൊരു വസ്തു എടുത്ത് കൈ പിടിച്ചാലും അതിൻ്റെ ഭാരം എപ്പോഴും താഴേക്ക് ആക്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ താഴേക്ക് പോകുന്നു. താഴേക്ക് പോകാൻ കാരണം വെച്ചാൽ നമുക്കറിയാം, എർത്ത് അതിൻ്റെ സെൻറ്ററിലേക്ക്, കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു. അതുകൊണ്ടാണ് അത് താഴേക്ക് പോരുന്നത്. എന്ന് പറഞ്ഞാൽ താഴേക്ക് വലിച്ചു പിടിക്കുകയാണ്. വലിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ പുള്ളിയാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സാണെന്നറിയാം. അപ്പോൾ W എന്ന് പറഞ്ഞാൽ എന്താണ്? താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പോൾ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ബ്ലോക്കിനെ താഴേക്ക് വലിക്കുന്നു. അപ്പോൾ ആ ഒരു ഫോഴ്സ് കൂടുതലാണെങ്കിൽ ഈ മേശപ്പുറം തകർത്തുകൊണ്ട് ഇത് താഴേക്ക് പോയിന്.
അപ്പം താഴോട്ട് പോകാതെ മുകളിലേക്ക് ഒരാൾ വലിച്ചു നിർത്തുന്നുണ്ട്. ആരായിരിക്കാം അത്? ഈ ടേബിളിന്റെ സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ നോർമൽ ഫോഴ്സ് എന്ന് പറയും. അത് ഞാൻ എൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നോർമൽ ഫോഴ്സും താഴേക്ക് വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് താഴേക്ക് ആക്ട് ചെയ്യുന്ന വെയിറ്റും തമ്മിൽ ബാലൻസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിവിടെ തന്നെ ഇരിക്കും. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, മുകളിലേക്കുള്ള നോർമൽ ഫോഴ്സ് കൂടുതലായിരുന്നെങ്കിൽ ഈ മേശപ്പുറത്ത് വെച്ചിരുന്ന ഈ വസ്തു മുകളിലേക്ക് പോയി, അത് മുകളിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെ താഴേക്കുള്ള വെയിറ്റ് കൂടുതലായിരുന്നെങ്കിൽ അത് താഴേക്ക് ഇത് പൊളിച്ചോണ്ട് താഴോട്ട് പോയിന്, അത് താഴോട്ടും പോകുന്നില്ല. ഇത് അവിടെ തന്നെ ഈക്വിലിബ്രിയം. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിലേക്ക് കൊടുക്കുന്ന ഫോഴ്സും താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സും ഈക്വലാണ്, ഓപ്പോസിറ്റാണ്. ഇതിന് ഞാൻ F1 എന്നും ഈ താഴേക്ക് ആക്ട് ചെയ്യുന്ന F2 എന്നും എഴുതുകയാണെങ്കിൽ F1 is equal to F2. പക്ഷേ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ടും അതിൻ്റെ ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് ഒന്ന് മുകളിലേക്ക് ഒന്ന് താഴേക്കും അല്ലേ. അപ്പോൾ F1 ഓപ്പോസിറ്റ് ആയിട്ടാണ് F2 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, റീകോയിൽ വെലോസിറ്റി ഓഫ് ദ ഗൺ. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞത്? ഫോഴ്സ് പറഞ്ഞു, ഇനേർഷ്യ പറഞ്ഞു. ഇനേർഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഉണ്ട്, ഇനേർഷ്യ ഓഫ് മോഷൻ ഉണ്ട്. അതിനകത്ത് ഇത് ലോ ഓഫ് ഇനേർഷ്യ പറഞ്ഞു. അതിനുശേഷം ഫോഴ്സിനെ ഡിഫൈൻ ചെയ്തു. ഫോഴ്സിനെ ഡിഫൈൻ ചെയ്ത് വാട്ട് ആർ ദ ഇഫക്ട്സ് ഓഫ് ഫോഴ്സ്, ഫോഴ്സ് എന്തൊക്കെ ഇഫക്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് മൊമൻറ്റം. മൊമൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാകുന്നത് കൊടുക്കുന്ന ഫോഴ്സുമായിട്ട് ആനുപാതികമാണ്, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ സെക്കൻഡ് ലോ F=ma എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് എത്തി. അതിനകത്ത് നിന്ന് അതിൻ്റെ യൂണിറ്റ് കണ്ടെത്തി, ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ തേർഡ് ലോ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഒരേ ബോഡിയിൽ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതിപ്പോൾ മോഡ്യൂൾ 1-ലെ 3-ാമത്തെ ചാപ്റ്റർ, അതായത് ലോസ് ഓഫ് മോഷൻ്റെ ചാപ്റ്ററിനകത്ത് ഒരു പകുതി ഭാഗം വരെ ഞാനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന് ശേഷം നെക്സ്റ്റ് സെഷനിൽ ഞാനിതിൻ്റെ പ്രോബ്ലം 1 by 1 ആയിട്ട് ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ തിയറി പോർഷൻസ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റിനകത്ത് ഇട്ടാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പ് വഴി എന്നെ അറിയിച്ചാൽ മതി. ഞാൻ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു.